നമസ്കാരം സാർ. ഇതൊന്ന് അച്ഛനിങ്ങനെ പെട്ടെന്ന് സുകുമാരല്ലേ ഇവിടെ? ബാത്റൂമിലാണെന്ന് തോന്നുന്നു. പോയി വിളിച്ചോണ്ട് വാ. എന്തിനാടാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അവന് കോളേജിൽ ചേരണമെന്ന്. അതിന് അച്ഛന്റെ സഹായം ചോദിക്കാൻ വന്നതാ. സഹായം ചോദിക്കാൻ അമ്മ വീട്ടുകാർ പറഞ്ഞു വിട്ടതാണോ നിന്നെ? അരിയും തിന്ന് ആശേരിക്കയും കടിച്ച് എന്നിട്ടും അറിയപ്പോടെ പട്ടി. എന്റെ ചെരുപ്പ് കാറിലാണെന്ന് തോന്നുന്നു. പോയി എടുത്തോണ്ട് വേണം. അയ്യോ, നേതാവ് അവന്റെ ഞാൻ കൂടെ എത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് അച്ഛാ, ഫോണിലായതുകൊണ്ട് ഞാൻ മുഴുവൻ പറഞ്ഞില്ല. സുഖേട്ടൻ പുറത്ത് ചെയ്യുന്ന വൃത്തികേടുകൾ ഇപ്പൊ വീടിനകത്തേക്കും കടന്നിരിക്കുന്നു. എന്തുകൊണ്ട് അച്ഛൻ ഇതൊക്കെ തടയുന്നില്ല? ഭയന്നിട്ടാണോ? അല്ലെങ്കിൽ മരുമാനോട് ചോദിക്കണം. ചോദിക്കാൻ വിളിച്ചു വരുത്തിയാവും അല്ലേ? അതെ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാലോ. നീ മിണ്ടിപ്പോരുത്. എന്തൊക്കെയാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ല, അത് അമ്മാവ ഇയാളെന്ന് വായും പൊടിച്ചിരിക്കുന്നു. ഇറങ്ങി പോട പുറത്ത്. അമ്മാവ, ഖാൻ സാബ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. അതിങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. പോലീസിന്റെ കണ്ണിപ്പെടാത്ത ഇതുപോലൊരു സേഫായ സ്ഥലം. മോശകോട, ഇതൊരു ജനപ്രതിനിധിയുടെ വീടാണെന്ന് ഓർത്തോ? പുറത്തറിഞ്ഞാൽ നശിക്കുന്നത് എന്റെ പൊളിറ്റിക്കൽ ഇമേജാണ്. വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ. പാളയത്തിൽ തന്നെ പടയോട്ടം നടത്തുന്ന യൂദാസുകളാണ് ചുറ്റും. അവരാരെങ്കിലും ഇതറിഞ്ഞാൽ എന്താകും ഗതി? കണ്ട തെണ്ടികൾക്കും വാടക കൊലയാളികൾക്കും കയറിക്കിടക്കാനുള്ള ചന്തപുരയല്ലേ? ഇറക്കി വിടറാ പറ്റാളെ. വേണ്ട, മെനക്കടണ്ട. നിങ്ങളുടെ സൽക്കാരവും തേങ്ങയൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല ഞങ്ങളിവിടെ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് തെണ്ടിയുടെയും കൂട്ടിക്കൊടുപ്പുകാരന്റെയും കാല് നിൽക്കാൻ മടിക്കാത്ത രാഷ്ട്രീയക്കാരൻ കാര്യം കഴിഞ്ഞാൽ പിന്നെ മുഖം തിരിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല. അസംബന്ധം പറയരുത്. പറയും, നിങ്ങൾ കേൾക്കണം. പറയട്ടെ. കൂട്ടത്തിൽ ഒരുത്തം വെടിയേറ്റ് വീണപ്പോ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. ആ നിലയിൽ പോലീസിന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ അവന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അവന്മാർ പറയിപ്പിക്കും. കൊലയാളികൾക്ക് കൂട്ടുനിന്ന നേതാവിനെ പറ്റി. കൊലയ്ക്ക് ആംബുലൻസ് തൊട്ട് ഗെറ്റവേ വെഹിക്കിൾസ് വരെ ഒരുക്കി തന്ന തന്റെ മരുമകനുണ്ടല്ലോ, ദാ ഈ നിൽക്കുന്ന സുകുമാരൻ. ഖാൻ സാഹിബും ഡേവിഡ് എബ്രാഹിമും ഇവനും കൊണ്ടുണ്ടാക്കുന്ന ബിസിനസിനെ പറ്റി. ഞങ്ങൾ തെണ്ടികളും വാടക കൊലയാളികളും ഒക്കെയാ. കോടതിയും ജയിലും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നവുമല്ല. നിങ്ങളുടെ കാര്യം അതല്ലല്ലോ. ഈ കാണുന്ന സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? AC യുടെ തണുപ്പില്ലാതെ ഉറങ്ങാൻ പറ്റുമോ? ദാഹത്തിന് ജ്യൂസും മറ്റേ കൊലയും ഒക്കെ വേണമല്ലോ. ഈയിടെ പോയി തുടങ്ങിയല്ലോ കുറെ നേതാക്കന്മാര് അങ്ങ് തീഹാർ ജയിലിലോട്ട്. അവരോട് പോയി തിരക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിന് പറ്റിയതാണോന്ന്. തീർന്നില്ലല്ലോ. ഈ കാര്യം പുറത്തറിഞ്ഞാൽ സ്റ്റേറ്റിലും കേന്ദ്രത്തിലും ഒരുപോലെ ശക്തിയും സ്വാധീനമുള്ള രാമകൃഷ്ണക്കുറുപ്പ് നാട്ടുകാരുടെ മുമ്പിൽ ചീഞ്ഞ് നാറും. അധികാര കസേരൻ താഴെ ഇറങ്ങിയാൽ ഈ പരിവാരങ്ങൾ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയും പറക്കുന്ന ബെൻസും ഇല്ലാതെ ഒരു നിമിഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുവോ? ചത്തുപോവും. അതൊഴിവാക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് പുളുത്തിയത്. ഇനി പറ, ആട്ടി ഇറങ്ങണോ ഞങ്ങൾ ഇവിടുന്ന്, അതോ ഇതിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണോ? നേതാവിന് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഇങ്ങോട്ടും കൂടെ ആലോചിച്ചു. ഒരു പുളുത്തിയ നേതാവ്. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? ഇനി ഒന്നും ബാക്കിയില്ലല്ലോ. കൈക്കൂലി, കമ്മീഷൻ, കള്ളക്കച്ചവടം, പോരാഞ്ഞ് കൊലപാതകം വരെ ആയില്ലേ? ആയി. നീ ആരാ ചോദിക്കാൻ? ഉണ്ടാക്കിയതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് വെട്ടിവിടുങ്ങാനല്ലോ. സ്റ്റേറ്റിൽ നിന്നും കേന്ദ്രത്തിലേക്കാരും നിന്റെ അച്ഛന്റെ മാനം കാക്കാൻ. സുഖു, എന്നെ വിളിക്കണ്ട. ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ചേരി തിരിഞ്ഞുള്ള യുദ്ധമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതൊക്കെ എനിക്കും അറിയാം. ഒന്ന് നിർത്താൻ ഒരല്പം മനസ്സമാധാനം തരൂ. അച്ഛൻ, ഞാൻ കയറി പൊടിയാത്ത മാധവൻ നായരെ. താനിത് എവിടെ പോയി കിടക്കായിരുന്നു? എന്നോട് പുറത്ത് ഞാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ മാധവൻ നായരെ, ഈ മക്കൾ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യാനാ? കലികാലത്ത് അങ്ങനെയാ സാറേ. മക്കൾ അച്ഛനമ്മമാരുടെ ശത്രുക്കളാവും. ഇത് നേരത്തെ മനസ്സിലാക്കിയവനാ ഞാൻ. എനിക്ക് ജനിച്ച ഒരെണ്ണത്തിന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താ സുഖം, സമാധാനം. ഖാൻ,
अस्सलाम वालेकुम भाई साहब। भाई भाई हाँ जी देवन कोई प्रॉब्लम नहीं ഒരു കുഴപ്പമില്ലാന്ന് മേരക്കോ ഫോൺ കിയാ था നമ്മളെ വിളിച്ചിരുന്നപ്പാ ഓ മംഗലാപുരം കോസ്റ്റിൽ എത്തിയിട്ടുണ്ട് പുതിയ ആളല്ലേ നമ്മളങ്ങോട്ട് വിശ്വസിച്ച് മേരാ മത്ലബ് ठीक है ठीक है भाई साहब ठीक है അല്ലോ ലാൻഡിങ്ങിന് ദേവനെ അയക്കാനാണ് ബായി പറയണത് പക്ഷേക്ക് കാര്യം നമുക്ക് പിടി കിട്ടുന്നില്ലല്ലോ കൊല നടന്നത് കാരണം ഗൗഡർക്ക് നമ്മളോടുള്ള വൈരാഗ്യം കൂടും ദേവൻ നമ്മുടെ ആളാണെന്നുള്ള കാര്യം ഗൗഡർക്ക് അറിയില്ലല്ലോ അതാവും എന്നാലും പുതിയൊരാളെ വിശ്വസിച്ച് ലോഡ് 10-15 കോടിക്ക് മേലെ വരുമെന്ന് ബായി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും ബാംഗ്ലൂർക്ക് വിളിച്ച് പറഞ്ഞോളി ദേവൻ അവിടെ കാണും ബാക്കി കാര്യം നമ്മൾ ഏറ്റിക്കണമെന്ന് മകളുടെ വരൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കാളിമുത്തുവാണെന്ന് കേട്ടല്ലോ. നിങ്ങൾക്ക് ആരാ ഈ ന്യൂസ് തരുന്നത്? ആരായാലും ശരിയല്ലേ? അല്ലെങ്കിൽ പറ, ആരാ വരൻ? മേഡം ഉദ്ദേശിക്കുന്ന പോലെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് പറയണം. എന്നെ ഗോസിപ്പ് എഴുതി വിടുന്ന ഒരു ഫിലിം ജേർണലിസ്റ്റായിട്ട് കാണരുത്. ഞാൻ മലയാളത്തിലെ ഒരു നാഷണൽ ഡെയിലിയുടെ പ്രതിനിധിയാണ്. പറഞ്ഞോളൂ. ആ, അങ്ങനെ ഒരു ആലോചനയുണ്ട്. എക്സ്ക്യൂസ് മീ, ഷൂട്ടിംഗ് കഴിഞ്ഞ് പോവാം. കാർ വന്നിട്ടുണ്ട്. താൻ എന്തായി പറയുന്നത്? വണ്ടി ഇവിടെ ഉണ്ടല്ലോ. എനിക്കറിയില്ല, ഖാൻസാ പറഞ്ഞാ അവിടെ ഉണ്ട്. എങ്ങനെ വല്ലായ്മ വരാണ്ടിരിക്കും? കൊങ്കൺ റെയിൽവേ പണി തുടങ്ങി. ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഞമ്മക്ക് ഒപ്പിച്ചേരാമെന്ന് കുറുപ്പ് സാർ വാക്ക് പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഉണ്ടാത്തില്ല. അമ്മാവൻ ഒരു ഇടനിലക്കാരൻ മാത്രമല്ലേ ആവുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞ റേറ്റിന് മുകളിലുള്ളവർ സമ്മതിക്കണ്ടേ? ഏതായാലും അമ്മാവനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതിരിക്കട്ടെ, ആർക്കായി കാശ്? അന്നോടായതുകൊണ്ട് പറയാം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് രാജ്യസഭാ മെമ്പർ ആകുന്നു. ഈ വടക്കുള്ള കള്ളക്കടത്തുകാർ പലരും ഇന്ന് പാർലമെന്റ് മെമ്പർമാരാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇരിക്കട്ടെ എന്ന് നമ്മളും കരുതി. 1.5 കോടി രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. അത് നമ്മുടെ വിഹിതമാണ് ഇത്. എന്താടാ? റഹീം സർ എത്തിയിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ പറയും. ഓക്കെ സർ. MP ആകുന്നത് ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹമാണ് വന്നിരിക്കുന്നത്, ബാബാ റഹീം. അത് ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞ് ശരിയാക്കാം. ഓക്കെ, വേണ്ടത് ചെയ്യാം. ഡോണ്ട് വറി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ പറഞ്ഞ മുഴുവൻ തുകയുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയമില്ലേ? ഇയാളുടെ അമ്മാവനുമായിട്ട് പരിചയമൊന്നല്ല, വളരെ അടുപ്പം തന്നെയായിരുന്നു. അന്ന് ഞാൻ ബാംഗ്ലൂരിൽ സ്പിരിറ്റ് കിടത്തുന്ന കാലം കൃത്യമായിട്ട് ഞാൻ അങ്ങേർക്ക് പണം കൊടുക്കുമായിരുന്നു. പിന്നെ പാർട്ടി ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു വേറെയും. ഒരിക്കൽ കുറെ കൂടുതൽ പണം ചോദിച്ചു. അത് മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല. അതോടെ തെറ്റി. എന്റെ ലോറികൾ മുഴുവൻ പിടിച്ചു. പിന്നെ മറ്റിടപാടുകളൊക്കെ നടത്താൻ ലോഞ്ചൊന്നും കരക്കടുപ്പിക്കാൻ പറ്റാതായി. അങ്ങനെ ഗതികെട്ടാണ് ഞാൻ കേരളം വിട്ടത്. പക്ഷേ ഇവിടെ ഞാൻ തെണ്ടിയില്ല. കള്ളക്കടത്തുകാരനായിട്ടല്ല, ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് ഇവിടെ ഉള്ളവർ എന്നെ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഇനി അത് മനസ്സിൽ വെച്ചോണ്ട്. എനിക്കങ്ങനെ ഒന്നുമില്ല. പരിചയമില്ലേ എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞോന്ന് മാത്രം. അതെ, ഹോട്ടലിൽ അവര് കാത്തിരിക്കുക. നമ്മൾ എന്താ ചെയ്യണ്ടേ? ബാബാ ഇരിക്കണേ, ഞാനിപ്പോ വരാം. ഇവരെ കൊണ്ടുവരാൻ ഇവിടെ ഡ്രൈവർമാരില്ലേ? അന്വേഷിച്ച ജോലി ഇതാണോ? അന്വേഷിച്ച ജോലി നോക്കണം. ഒരു സിനിമാ നടി വണ്ടിക്കകത്തുണ്ടെങ്കിൽ ആരും ചെക്കിയില്ല. അതുകൊണ്ടാണ് അവരെ കയറ്റിയത്. എന്താണ് മോനെ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ലാ, അന്റെ മുമ്പിൽ ഞമ്മള് തൊപ്പി ഊരുന്ന് പകയാ. എനിക്ക് അവരോടൊപ്പം ഹോട്ടലിൽ ഒന്ന് പോണം. തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ഇവിടെ തന്നെ ഉണ്ടാവണം. ഹലോ, ആരായിരുന്നടി വിളിച്ചത്? ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കാളിമുത്തു. എന്നിട്ട് നീ എന്താടി ഒന്നും മിണ്ടായിരുന്നത്? നീ പോ. ഹലോ സാർ, കട്ടായി പോச்சு சார். நான் அவளோட அம்மா பேசுறேன், சின்னம்மா.
നാൻസി சார் நான்சி கீழே தூங்குறா. ஒரே தலைவலி. இப்பதானே ஷூட்டிங் போயிட்டு வந்தது. அதுதான். ஐயோ டாக்டரோ, அதெல்லாம் ஒண்ணும் வேண்டாம் சார். கொஞ்சம் ரெஸ்ட் எடுத்தா எல்லாம் அப்படியே சரியாയി போயிடும். ആമാ ശരി സാർ. എടി, നീ എന്തായി കാണിച്ചത്? ഒരു ഭാഗ്യം നമുക്ക് നേരെ വരുമ്പോ അത് തട്ടിക്കളയുന്ന ബുദ്ധിയല്ല. അദ്ദേഹം ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാ, കോടീശ്വരൻ. അയാൾക്ക് വേറെയുണ്ട് ക്വാളിഫിക്കേഷൻസ്. എന്നേക്കാൾ പ്രായമുള്ള മക്കളും ഭാര്യയുള്ള അങ്ങേർക്ക് എത്ര ചിന്ന വീടുകളും വെപ്പാട്ടികളും ഉണ്ടെന്ന് അമ്മയ്ക്കറിയോ? പുറമെ എയർ ഹോസ്റ്റസ്, TV അനൗൺസേഴ്സ്, സിനി ആർട്ടിസ്റ്റ്, അങ്ങനെ എത്ര പേര് അങ്ങേര് നശിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നീ അന്വേഷിക്കണ്ട. നമ്മുടെ കാര്യം നമുക്ക് നോക്കിയാൽ മതിയല്ലോ. 10 കൊല്ലം കൊണ്ട് നീ അഭിനയിച്ച കിട്ടുന്ന തുക അദ്ദേഹം ഒന്നിച്ചു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കൂടെ 5 ലക്ഷറി ബസ്സുകൾ, പെർമിറ്റ് അടക്കം, മസനഗുഡിയിൽ ഒരു എസ്റ്റേറ്റ്. ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണോടി നിനക്ക്? ആവശ്യത്തിൽ കൂടുതൽ പണം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ച അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇനി മൊത്തമായി എന്നെ വിൽക്കാനാണോ ശ്രമം? അതേടി, നീ എന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കുമെന്ന് കരുതണ്ട. ഈ ശരീരം ഒന്ന് ഉടഞ്ഞാൽ, മുഖത്തൊരു ചുളിവ് വീണാൽ, ഇന്ന് നിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസർമാരിൽ ഒരുത്തനും പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതിലും ഗതികിട്ടില്ല അമ്മേ ഞാൻ ഇവിടെ കഴിയുന്നത്. ചെറുപ്പം തൊട്ട് ഒരു അനാഥയെ പോലെ കഴിയേണ്ടി വന്ന എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം നിങ്ങൾ തന്നിട്ടുണ്ടോ? മുതിർന്നപ്പോൾ മകളെ സിനിമാ നടിയാക്കാനായിരുന്നു നിങ്ങളുടെ ശ്രമം. മണിക്കൂറുകൾ നൃത്തം ചവിട്ടി തളർന്നാലും നിങ്ങൾ വിടില്ല. ഡ്രൈവിംഗും റൈഡിങ്ങിനും സ്വിമ്മിങ്ങിനുമായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകും. ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന എന്റെ പേരിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇന്ന് വരെ ഒരു അക്കൗണ്ട് ഉണ്ടോ? പേര് സ്വന്തമെന്ന് പറയാൻ ഈ വീട്ടിൽ എനിക്ക് എന്താണുള്ളത്? നിർത്തടി, നീ ഇത്രയ്ക്കായെന്ന് ഞാൻ കരുതിയില്ല. ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു അടിമയെ പോലെ അനുസരിച്ചു, ജീവിച്ചു. ഇനി പറ്റില്ല. നിങ്ങൾ പറയുന്ന കൊരങ്ങനെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടില്ല. എങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. വാക്ക് കൊടുത്തത് ഖാൻ സാഹിബാണ്, ഓർത്തോ? അനുസരിച്ചില്ലെങ്കിൽ വെട്ടി നുറുക്കി എറിയും നിന്നെ. ഇല്ല, കൊല്ലില്ല. ഈ സിനിമ നടി അയാൾക്ക് വേണം. എന്റെ പേരും പ്രശസ്തിയും മറയിട്ട് ഇന്ന് കാറിൽ കൊണ്ടുവന്ന പെട്ടികൾ അമ്മ കണ്ടില്ലേ? ഇനി അയാളുടെ ബിസിനസിന് മന്ത്രിയെ സ്വാധീനിക്കാൻ എന്നെ ഇരയാക്കുകയാണ്. അതിന് കല്യാണം എന്നല്ല പറയാ, കൂട്ടിക്കൊടുപ്പ്, പിമ്പിങ്. അയാളുടെ പഴയ തൊഴിൽ, കോടമ്പക്കത്തെ പഴയ എക്സ്ട്രാ സപ്ലയർ ഖാൻ സാഹിബിന്. എന്താടി പറഞ്ഞേ? എന്റെ അമ്മയെ പോലെ അയാൾക്ക് വേണ്ടി കണ്ടവരുടെ കിടപ്പറയിലേക്ക് പോകാൻ എന്നെ കിട്ടില്ല. തൊട്ടു പോകരുതല്ലേ. Don't touch me. ഇതിന്റെ കീ ഇല്ലേ കയ്യിൽ? എവിടെ പോകുന്നു മാഡം? Anywhere out of this hell. Give me that key. Come on, man. നാൻസി, ഇയാൾക്ക് പേടിയാണോ? Are you a watchdog like others? എന്റെ അമ്മയും ഖാൻ സാഹിബും വളർത്തുന്ന മറ്റൊരു കാവൽ പട്ടി. Shut you. മുഖത്ത് നോക്കി പട്ടി ചട്ടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. ഇവിടെ പിടിച്ച് അകത്ത് കേട്ടടാ. No. ഇങ്ങോട്ട് കേറടി.